ഹായ് നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ഇത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ഒരു മലയോര ഗ്രാമപ്രദേശമാണ്. തയ്യേനിയാണ്. തയ്യേനി ഫെബ്രുവരി 28 മാർച്ച് 1 തീയതികളിൽ ഇവിടുത്തെ ഒരു ഉത്സവമുണ്ട്. അപ്പോൾ ഉത്സവത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഉത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി നമ്മൾ വന്നതായിരുന്നു. അപ്പം ഇത് നമ്മുടെ ഇവിടുത്തെ വീടാണ്. കുറച്ച് സ്ഥലവും കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓടി ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം നോക്കുക ഇവിടെയുള്ള മാവ്, അതുപോലെ തെങ്ങ്, റബ്ബർ കാര്യങ്ങളൊക്കെയാണ് നോക്കുക. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ നട്ട മാവാണ്. ഇതൊരു കോശേരി മാവാണ്. കോശേരി, അതായത് കോശേരി പറഞ്ഞാൽ വലിയ നല്ല വലിപ്പമുള്ള മാങ്ങയാണ്. പക്ഷെ അത് മാങ്ങ ഒരു 6 മാസം കൂടുതലൊക്കെ സമയമെടുക്കും. അപ്പോൾ ഈ വർഷം കുറച്ച് അധികം പൂത്തിട്ടില്ല, പൂ കുറവാണ്. ഞങ്ങൾ കഴിഞ്ഞ വർഷം പ്രൂൺ ചെയ്യാത്തതുകൊണ്ട് അധികം പൂത്തിട്ടില്ല. ഉള്ള ഒരു 3-4 കായ്കൾ ഇതിനിടയ്ക്ക് വേറെ ആൾക്കാർ പറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം 2-3 ചെറിയ കായ്കളുണ്ട്. മാങ്ങ ഏതാണ്ട് നല്ല വലിപ്പമുള്ള, ഏതാണ്ട് 800 ഗ്രാമൊക്കെ വലിപ്പം വരുന്നൊരു മാങ്ങയാണ്, വലിയ മാങ്ങയാണ്. പക്ഷേ പഴുക്കാൻ വേണ്ടി ഒരുപാട് സമയമെടുക്കും, 6 മാസത്തിൽ കൂടുതൽ സമയമെടുക്കും. നമുക്ക് അച്ചാറിടാൻ, ഇപ്പോൾ ഇതൊക്കെ പൂത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 6 മാസക്കാലം മാങ്ങ, എന്തായാലും 6-7 മാസക്കാലം മാങ്ങ എന്തായാലും നമുക്ക് അച്ചാറിടാനൊക്കെ കിട്ടും. വലിയ വലിപ്പമുള്ള മാങ്ങയാണ്. പക്ഷേ പഴുത്ത് കഴിഞ്ഞാൽ ഒരു പുളിയാണ്, ശരിക്കും മൂക്കാതെ പഴുത്ത് കഴിഞ്ഞാൽ പുളിയാണ്. പക്ഷേ നല്ല ശരിക്കും പഴുത്ത് കഴിഞ്ഞാൽ അതൊരു നല്ല മധുരമുള്ള, നല്ല ഫൈബർ കണ്ടൻ്റൊക്കെ ഉള്ളൊരു മാവാണ്. അപ്പോൾ കോശേരി മാവ്. അപ്പോൾ ഇതൊരു 5-6 വർഷം പഴക്കം മാത്രമേ ഉള്ളൂ ഇതിന്. ഇപ്പോൾ ഞാൻ ഇവിടെ ഈ തയ്യേനി ഈ ഒരു വീട്ടിലാണ് നമ്മൾ ഏതാണ്ടൊരു 35 വർഷത്തിലധികം താമസിച്ച ഒരു സ്ഥലമാണ്. കണ്ണൂരേക്ക് പോയിട്ട് 2 വർഷമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇത് നമുക്കൊരു എന്താ പറയുക, ഈ ഒരു സ്ഥലത്തോടും ഈ ഒരു നാടിനോടും നമുക്ക് അത്രയധികം ആത്മബന്ധമുള്ളൊരു സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുറേ സാധനങ്ങളുണ്ട്, ചെറിയ ചെറിയ സാധനങ്ങളുണ്ട്. അപ്പോൾ അത് ഓരോന്നായിട്ട് നമുക്ക് കാണാം. അതിൽ ഒന്നാണ് ഈ മാവ്. പിന്നെ നമ്മുടെ മുറ്റത്തുള്ള ഒരു നല്ലൊരു ചാമ്പ. ഇത് കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഇതിൽ നിറച്ചും നിറയെ പൂക്കളായിട്ട് കായ്ക്കളൊക്കെ നമ്മൾ പറിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് കായ്ക്കളുണ്ടായിരുന്നു, അതെല്ലാം പറിച്ചു. ഇതും നമ്മൾ ഒരു 6-7 വർഷം മുമ്പ് നമ്മൾ കൊണ്ട് നട്ട ഒരു ചാമ്പയാണ്. അത്യാവശ്യം നല്ല മധുരമുള്ള ചാമ്പയാണ്. പിന്നെ നമ്മുടെ റംബൂട്ടാനാണ്. റംബൂട്ടാൻ പൂത്തോന്നൊക്കെ നമുക്ക് നോക്കാം. റംബൂട്ടാൻ പൂക്കൾ വന്നിട്ടുണ്ട്. മുകളിലൊക്കെ അത്യാവശ്യം പൂക്കളുണ്ട്, പൂ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കായ്ക്കുന്നത്. കാരണം നമ്മളിവിടെ ഇല്ലാത്തതുകൊണ്ട് ഇതിന് വെള്ളമൊന്നും അങ്ങനെ കൊടുക്കാറില്ല. അപ്പം വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ കായ്കൾ തരാറുണ്ട്. ഇപ്പോൾ 2 റംബൂട്ടാൻ്റെ മരമുണ്ട്. ഇത് NIT ഇനത്തിൽപ്പെട്ട റംബൂട്ടാനാണ്. മറ്റൊരു NIT ഉണ്ട്, അതും അത്യാവശ്യം ബുഷിയായിട്ടൊരു പ്ലാന്റാണ്. ഇത് കുറച്ച് ഹൈറ്റായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ മെഷീൻ, റബ്ബർ ഷീറ്റ് അടിക്കുന്ന മെഷീനാണ്. എല്ലാവർക്കും പരിചയം ഉണ്ടാവും. അപ്പം 2 മെഷീനാണ് ഉണ്ടാവുക. അപ്പോൾ അതിൽ ഇത് നമുക്ക് ആ ഒഴിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഷീറ്റിൻ്റെ കട്ടി കുറയ്ക്കുന്ന, തിൻ ചെയ്തെടുക്കുന്ന ഒരു മെഷീനാണിത്. അതിനുശേഷം ഫൈനൽ സ്റ്റേജിൽ നമ്മൾ അച്ചാണിത്. അതിനകത്ത് നമുക്ക് നമ്മുടെ മെഷീന് ഒരു സീലും കൂടി ഉണ്ട്. ഇതാണ് ആ സീല്, BSH എന്ന് പറഞ്ഞൊരു സീല്. അപ്പം അത് ഷീറ്റിലുണ്ടാവും. അപ്പോൾ ഇവിടുന്ന് അടിച്ച എല്ലാ ഷീറ്റും നമ്മൾ ആരെങ്കിലുമൊക്കെ ഷീറ്റ് എടുത്തിട്ട് പോയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഈ ഒരു സീല് കണ്ടു കഴിഞ്ഞാൽ ഷീറ്റിന് ആ സീലുണ്ടാവും. നമ്മളിവിടെ ഒരുപാട് വർഷക്കാലം പശുക്കളെ വളർത്താറുണ്ടായിരുന്നു. പശുക്കൾ, ആട് ഒക്കെ ഉണ്ടായിരുന്നു, കോഴിയൊക്കെ ഉണ്ടായിരുന്നു. കോഴിക്കൂടിൻ്റെ അവശേഷിപ്പുകളാണ് ഈ കാണുന്നത്. അതേപോലെ ഇത് പശുവിൻ്റെ തൊഴുത്താണ്. നമ്മളത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നോക്കാനൊന്നും ആളില്ല, അമ്മമ്മയ്ക്ക് കിടപ്പിലായ സമയത്താണ് നമ്മൾ പശുവിനൊക്കെ വിറ്റ് ഒഴിവാക്കിയത്. അപ്പോൾ അതിൻ്റെ പശുവിൻ്റെ തൊഴുത്താണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കോശേരി മാങ്ങ. അധികം വലിപ്പമായില്ല, അതിന് മുമ്പ് തന്നെ പുഴുവൊക്കെ കുത്തി വീണ്. ഇതിന് പുഴുശല്യം പൊതുവെ കുറവാണ്. പക്ഷേ ഇത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഇതിനൊരു പശപ്പും ഒരു കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പൊതുവേ പുഴുശല്യം ഇല്ലാത്തൊരു മാങ്ങയാണ് കോശേരി മാങ്ങ. കാരണം മാങ്ങ പിടിച്ചു കഴിഞ്ഞാൽ അത് റൈപ്പനാവാൻ വേണ്ടി ഒരുപാട് സമയമെടുക്കും. ഇപ്പം പുഴു എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മുടെ ഈച്ചകൾ ഇതിൻ്റെ അകത്ത് മുട്ടയിടുകയാണ് ചെയ്യുക. വാസ്പുകളോ അല്ലെങ്കിൽ ഈച്ചകളൊക്കെ മുട്ടയിടുക ചെയ്യുക. ആ മുട്ട ഇതിലിരുന്ന്
ചെറിയ തുളയിട്ട് പേരക്കയിലും ചാമ്പങ്ങ ഇതിലൊക്കെ ഉണ്ടാവും ഓരോ ഇൻസെക്റ്റുകൾ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചെറിയ ഹോൾ ഇട്ടിട്ട് അപ്പോൾ അതിൻ്റെ അകത്ത് ഇതിൻ്റെ മുട്ടയിടും. ആ മുട്ട വിരിഞ്ഞ് പുറത്തേക്ക് വരണം. അപ്പോൾ ഒരു നിശ്ചിത സമയം ഉണ്ടാവും. അപ്പോൾ ഇത് റൈപ്പനാകാൻ വേണ്ടി അല്ലെങ്കിൽ മൂത്ത് പഴുക്കാൻ വേണ്ടി ഒരുപാട് സമയം എടുക്കുന്നതുകൊണ്ടായിരിക്കാം ഇതിൽ പൊതുവേ പുഴുവിൻ്റെയൊക്കെ ശല്യം കുറവാണ്. അതുപോലെ ഒരു കാര്യം കൂടി, ഇപ്പം വീട്ടിൽ ഒരു മാവൊക്കെ മാത്രം വെക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും നമ്മൾ ഈ കോശ്ശേരി മാവ് സജസ്റ്റ് ചെയ്യില്ല. കോശ്ശേരി മാവ് സത്യത്തിൽ എനിക്ക് അത്ര ഇഷ്ടപ്പെടാത്തൊരു മാവിൻ്റെ ഒരു വെറൈറ്റിയാണ്. വലിപ്പമൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ നമുക്ക് നമ്മുടെ നാടൻ വെറൈറ്റികളായിട്ടുള്ള നമ്മുടെ കുറ്റിയാട്ടൂർ മാങ്ങ, നമ്പ്യാർ മാങ്ങ എന്നൊക്കെ പറയുന്ന മാങ്ങ, അതുപോലെ മൂവാണ്ടൻ 2 വെറൈറ്റി ഇവിടെ ഉണ്ട്. കറുത്ത മൂവാണ്ടനും അതുപോലെ വെളുത്ത മൂവാണ്ടനും. അപ്പോൾ പിന്നെ കാട്ടുമാവുകൾ കുറേ ഉണ്ട്. അപ്പം കാട്ടുമാവൊക്കെ കുറേയൊക്കെ നമ്മൾ പഴയ വലിയ മരങ്ങളൊക്കെ മുറിച്ച് റബ്ബർ വെക്കുന്ന സമയത്ത് മുറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഒരു 1-2 മരങ്ങളുണ്ട്. അതൊരു 1-2 വർഷത്തിനുള്ളിൽ കായ്ക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പോൾ ഇത് നമ്മൾ റബ്ബർ ഷീറ്റ് പുകയിടുന്ന പുകപ്പരയാണ് ചെറിയ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഈ ചെറിയൊരു കുഴിയുണ്ട്. ആ കുഴിയിൽ പുക ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പം ഷീറ്റ് നമ്മൾ വേറെ ആളാണ് ഇപ്പോൾ റബ്ബർ ടാപ്പ് ചെയ്യുന്നത്. അപ്പോൾ അവർ കൃത്യമായിട്ട് അത് ചെയ്തോളും. അപ്പം പുകയിട്ട് കഴിഞ്ഞാൽ ഷീറ്റ് നല്ല 2 ദിവസം 3 ദിവസമൊക്കെ വെയിൽ കൊണ്ടതിന് ശേഷമാണ് ഷീറ്റ് അങ്ങോട്ട് ഇടുക. ഒരു സപ്പോർട്ട പറിക്കട്ടെ. ഓക്കെ, ഇപ്പോൾ നമ്മൾ സപ്പോട്ട നമ്മുടെ ട്രോപ്പിക്കൽ കാലാവസ്ഥയിൽ നന്നായിട്ട് കായ്ക്കുന്ന ഒരു ഫലവർഗ്ഗ ചെടിയാണ് സപ്പോട്ട എന്ന് പറയുന്ന ഈ ഒരു ചെടി. ഇപ്പോൾ ഇത് കണ്ടോ, ഒരു സപ്പോട്ട കായയുടെ വലിപ്പമാണ്, മൂത്ത കായാണ്. ഇപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഇത് ടെന്നീസ് ബോൾ സപ്പോട്ട എന്ന് പറയുന്ന ആ ഒരു ഇനമാണ്. അപ്പം അത്യാവശ്യം ഇതിൽ നന്നായിട്ട് കായ്ക്കുന്നുണ്ട്. കുറേയൊക്കെ വവ്വാലുകൾ കൊണ്ടുപോകും. പിന്നെ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഒരു 2 മാസം കൂടുമ്പോൾ ഇവിടെ വരാറുണ്ട്. അപ്പോൾ വരുന്ന സമയത്ത് ഇവിടെ ഉള്ളത് നമ്മൾ പറിച്ചെടുക്കും. അങ്ങനെയാണ് പതിവ്. അപ്പോൾ ഇന്ന് കുറച്ച് സപ്പോട്ടകൾ പറിക്കാറുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് കാണാം. അത്യാവശ്യം മൂപ്പ് എത്തിയ സപ്പോട്ടകൾ തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് പറിക്കാം. അപ്പോൾ സപ്പോട്ടേൻ്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളൊരു ഫുൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു സപ്പോട്ട ഇന്ന് കണ്ട ഒരു നല്ല ഏരിയയിൽ സ്പ്രെഡായിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, സത്യത്തിൽ വലയുള്ള കത്തികൾ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ, അല്ലെങ്കിൽ ഇത് സപ്പോട്ട ചതഞ്ഞു പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ചീഞ്ഞു പോകും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇതിൽ. അപ്പോൾ നമ്മൾ ഈ കമ്പിട്ട് പറിക്കുമ്പോൾ, തോട്ടിയിട്ട് പറിക്കുമ്പോൾ എല്ലാം പൊട്ടിപ്പോവാണ്. അപ്പോൾ കൈ കൊണ്ട് കിട്ടുന്ന കുറച്ചെണ്ണം അങ്ങനെ പറിക്കാം. മോളെ ആ സഞ്ചി ഇങ്ങോട്ട് എടുത്തേ. പാല് വീഴാതെ താഴോട്ട്. എടാ അല്ലല്ല, മാറ് ഓടിക്കോ. ആ മാറ് മാറണം. വേമ്പ ഞാൻ കണ്ടുപോയി. വലിയ സാധനം കേട്ടാ. 1 കുത്തിയാണ്, 2 കുത്തി. നോക്ക് കുത്തിയിട്ടില്ല. 2 വില്ല്. പോയിക്കോ. എൻ്റെ മോനെ 2 നല്ല കുത്തു കിട്ടി. ഹെവി സാധനം. എൻ്റെ മഞ്ഞൾ എന്തെങ്കിലും ഉണ്ടെങ്കിലേ പിന്നെ കടച്ചലുണ്ടോന്നാ. 2 കുത്തിയിട്ടു. അതാ പറഞ്ഞ 6 കിട്ടിയാൽ തീർന്നു. നമസ്കാരം, ഇതാണ് കുളവി. എനിക്ക് 2 കുത്ത് കിട്ടി. മറിക്കോ കല്ലിനെ വരണ്ട. കുളവിയാണ്. കടന്നൽ. ഇത് അത്യാവശ്യം വലിയ കടന്നലാണ്. സാധാരണ ചെറിയ കടന്നലല്ല ഇത്. അവർ വലിയ കൂടുണ്ടാക്കുന്ന അത് അവർ കൂടാക്കിക്കൊണ്ട് നിൽക്കുന്നതേ ഉള്ളൂ. എനിക്കെന്തായാലും 2 കുത്ത് കിട്ടി.
ഇത് അത്യാവശ്യം ഒരു 5-8 കുത്തിയിട്ടുണ്ടെങ്കിൽ ആളുടെ കാര്യം ഏകദേശം തീരുമാനമാവും. നമ്മൾ സപ്പോർട്ട പറിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് കുത്ത് കിട്ടിയത്. നമുക്ക് കിട്ടിയ സപ്പോർട്ട കുറച്ചെണ്ണമൊക്കെ പൊട്ടിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും നമ്മളെപ്പോഴെങ്കിലുമൊക്കെ വരുമ്പം നമ്മൾ നട്ട ചെടിയിൽ നിന്ന് പറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയല്ലേ. ഇതാണ് നമ്മുടെ ചൂരലിൻ്റെ കൊട്ടയാണ്, വല്ലക്കൊട്ട. ഇതാണ് വല്ലക്കൊട്ട. നമ്മൾ ഇഞ്ചി അതുപോലെ പിന്നെ തേങ്ങ വറക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ചൂരലിൻ്റെ കൊട്ടയാണ്. ചൂരൽ എല്ലാവർക്കും അറിയായിരിക്കും, കാട്ടിൽ കാണുന്ന വള്ളി ചൂരൽ. ആ ചൂരൽ കൊണ്ട് ഇപ്പോൾ ഇത് ഏകദേശം ഒരു 10 വർഷത്തിലധികം പഴക്കമുണ്ട് ഈ കൊട്ടയ്ക്ക്. അപ്പം അത്രയും ഈട് നിൽക്കുന്നുണ്ട്. ഇപ്പം കുറേ ആയിട്ട് നമ്മളങ്ങനെ റെഗുലറായിട്ട് ഉപയോഗിക്കാത്തതുകൊണ്ടായിരിക്കാം കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ചൂരൽ കൊട്ട. കുറേ ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ മാംഗോസ്റ്റാണ്, 5 വർഷത്തിലധികം പഴക്കമുണ്ട്. ഏതാണ്ട് 10-ലധികം തട്ടുകളായിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ വെള്ളം കൃത്യമായിട്ട് കൊടുക്കുന്നില്ല. അപ്പം മാംഗോസിനെ സംബന്ധിച്ച് മാംഗോസ്റ്റിന് നല്ല ഷെയ്ഡ് ലവിങ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ്. നല്ല ഷെയ്ഡ് വേണം അതിന്. അതുപോലെ നല്ല വെള്ളം, സ്ഥിരമായിട്ട് ജലസേചനം ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മാംഗോസ്റ്റിൻ പെട്ടെന്ന് തന്നെ ഒരു 8 വർഷമൊക്കെ ആകുമ്പോൾ തന്നെ കായ്കൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ നമുക്കിതിപ്പോൾ 5 വർഷമായി, അത്യാവശ്യം വലിപ്പമുണ്ട്. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു അത്ര ഹെൽത്തി അല്ല ഇത്. ഇതാണ് നമ്മുടെ ജലസ്രോതസ് പ്രധാനമായിട്ടുള്ള. അപ്പോൾ ഇതൊരിക്കലും പറ്റില്ല. ഇപ്പം എത്ര കടുത്ത വേനലാണെങ്കിലും ഏതാണ്ട് ഒരാളുടെ ആകെ ഈ കിണറിൻ്റെ ആഴം എന്ന് പറയുന്നത് ഒരാളുടെ താഴ്ച മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും താഴ്ച മാത്രമേ ഉള്ളൂ. പക്ഷേ ആ താഴ്ചയിൽ തന്നെ വെള്ളം സ്ഥിരമായിട്ട് ആ ലെവലിൽ തന്നെ എപ്പോഴും വെള്ളം ഉണ്ടാകാറുണ്ട്. ഇപ്പോഴും ഇപ്പം ഏതാണ്ട് ഫെബ്രുവരി മാർച്ചായി. ഇപ്പോൾ ഈ സമയത്തും നമുക്ക് കാണാം അവിടെ എല്ലാം വെള്ളം ഇങ്ങനെ നല്ല ഉറവകൾ ഇങ്ങനെ ഉറ്റിക്കൊണ്ടിരിക്കുന്നത് കാണാം. ഇപ്പം ഇത്ര നല്ല തെളിഞ്ഞ നല്ല വെള്ളമാണ്. എന്താ തണുപ്പ്! ഇപ്പം വളരെ ശുദ്ധമായിട്ടുള്ള വെള്ളം. അപ്പോൾ ഇതൊക്കെയാണ് ഈ നാടിൻ്റെ പ്രത്യേകത. നമ്മൾ മലയോര ഗ്രാമപ്രദേശമാണെങ്കിലും ഇവിടെ സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ഒരു സ്കൂളുണ്ട്, മറ്റ് സൗകര്യങ്ങളൊക്കെ കുറവാണ്. ഹോസ്പിറ്റലുകളോ അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഈ നാട്ടിൽ ജീവിക്കാൻ ഏറ്റവും പ്രകൃതിദത്തമായിട്ട് നമുക്ക് ജീവിക്കാമെന്നുള്ളതാണ്. വെള്ളമായാലും എത്ര കൊടും വേനലാണെങ്കിലും നമുക്ക് വെള്ളം വറ്റാറില്ല. അതുപോലെ വലിയ ചൂടും അനുഭവപ്പെടാറില്ല. പിന്നെ ഇപ്പം കുറച്ച് കാലങ്ങളായിട്ട് റബ്ബറും അങ്ങനെയുള്ള കുറച്ച് മരങ്ങളൊക്കെ വന്നതിന് ശേഷം കുറച്ച് വെള്ളത്തിൻ്റെ അങ്ങനത്തെ പ്രശ്നങ്ങൾ ചില ഏരിയയിലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇതൊക്കെയാണ് മലയോര പ്രദേശത്തിൻ്റെ ഓരോരോ ചെറിയ പ്രത്യേകതകൾ. അപ്പം നമ്മളിത് മൂടിയിടാറാണ് സാധാരണ ചെയ്യുക. അപ്പം ഇതിൽ ഇവിടെ ഈ ഒരു ഭാഗത്ത് മുമ്പ് ചൂരലുണ്ടായിരുന്നു. ചൂരൽ നമ്മൾ ആ ചൂരലൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചൂരൽ കൊട്ടകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള സ്ഥലങ്ങൾ പാറക്കെട്ടുകളാണ്. അപ്പോൾ ഈ പാറക്കെട്ടുകളിൽ കൂടി ഇതൊരു ചെറിയ തോടാണ്, ചെറിയൊരു സ്ട്രീമാണ്. മഴക്കാലത്ത് മാത്രം വെള്ളം കുത്തി ഒലിച്ചു പോകുന്ന ഒരു സ്ട്രീമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ പറയുക, ഇതിൻ്റെ ഉത്ഭവസ്ഥാനം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 1 കിലോമീറ്റർ അപ്പുറമാണ് ഇതിൻ്റെ ഒരു ഉത്ഭവസ്ഥാനം. തൊട്ടടുത്തിട്ടുള്ള പറമ്പ് തന്നെയാണ്. അതിൻ്റെ സൈഡിലായതുകൊണ്ടാവാം ഇതിൽ വെള്ളം ഒരിക്കലും വറ്റാത്ത വെള്ളം നമുക്ക് ലഭിക്കുന്നത്. ഇത് നമ്മുടെ വീട്ടിലേക്കുള്ള റോഡാണ്. ഇത് മൺ റോഡാണ്. 2016 ഇതിലെ റോഡ് വരുന്നത്. അതിനു മുമ്പ് വരെ വീട് പണിക്ക് ആവശ്യമായിട്ടുള്ള സിമൻറ്റും ഇഷ്ടികയും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ തലച്ചോടായിട്ടാണ് താഴേന്ന് ഏതാണ്ട് ഒരു 1 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. ഇതൊരു കുറച്ച് ഹില്ലി ആയിട്ടുള്ള ഇങ്ങനെ ഏരിയയാണ്. അപ്പം ഈ ഒരു വളവൊക്കെ കുറച്ച് കഷ്ടമാണ് വണ്ടി കയറി വരാൻ.
ഇങ്ങനെ ഉരുണ്ട കല്ലുകളൊക്കെയാണ്. ഇപ്പം നമ്മൾ ഓരോ വർഷവും മഴ പെയ്ത് കഴിയുമ്പം ഇതിൽ മണ്ണൊക്കെ ഇട്ട് നന്നായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. പക്ഷേ കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ അത്തരത്തിലുള്ള പണികളൊന്നും ചെയ്യാറില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് ആണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ. ഇപ്പം ചെറിയ വാഹനങ്ങളൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം ആൾട്ടോ കാറുകൾ അതുപോലെയുള്ള കാറുകളൊക്കെ അത്യാവശ്യം കയറാറുണ്ട്. ഇപ്പം നമ്മുടെ വണ്ടി ഇതേപോലെ മുകളിൽ എങ്ങനെയായാലും ചവിട്ടി പിടിച്ച് നമ്മൾ മുകളിൽ കയറ്റാറുണ്ട്. ഈ ഒരു ചെറിയ ഭാഗത്തൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് റോഡിന്, കാരണം ഇതൊരു വളവാണ്. എല്ലാ വർഷവും ഫെബ്രുവരി 28, മാർച്ച് 1 തീയതികളിലാണ് നമ്മുടെ ഈ തയ്യേനിയുള്ള അമ്പലത്തിലെ ഉത്സവം നടക്കാറുള്ളത്. അതായത് കുംഭമാസം 16, 17 തീയതികളിലാണ്. അപ്പോൾ ഏതാണ്ട് 9ഓളം തെയ്യക്കോലങ്ങളാണ് ഇവിടെ കെട്ടിയടിക്കുന്നത്. അതിൽ പ്രാദേശികമായിട്ടുള്ള ചില തെയ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതേതാണ്ട് ചരിത്ര പ്രധാനമുള്ള ഒരു സ്ഥലം കൂടിയാണ്. കാരണം ഈ ഒരു നാട്ടിൽ ഏതാണ്ട് 60 വർഷത്തിലധികമായിട്ട് ഇങ്ങനെയുള്ള ഈ ഒരു ഉത്സവം ഇവിടെ ആഘോഷിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ഏതാണ്ട് ഒരു 35-40 വർഷത്തോളം ഈ ഒരു ഉത്സവം കൂടിയ ഒരാളാണ്. അപ്പം കൃത്യമായിട്ട് അതിൻ്റെ ഓരോ സ്റ്റേജുകളും നമ്മുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും നമ്മൾ ഈ ഒരു സമയമാകുമ്പോൾ പരമാവധി ഇവിടത്തേക്ക് എത്താൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. ഈ വീട്ടിന് വേണ്ടുന്ന സകല സാധനങ്ങളും നമ്മൾ തലച്ചോടായിട്ട് കൊണ്ടുവന്നതാണ്. ഇപ്പോൾ വീടൊക്കെ കെട്ടിയതിന് ശേഷമാണ് റോഡ് പറഞ്ഞല്ലോ, ഏതാണ്ട് 2016 റോഡ് ഇങ്ങോട്ടേക്ക് വന്നത്. ഒരുപാട് ലെങ്തി ആയി പോയിട്ടുണ്ട്. ഇനി അധികം ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ മറ്റ് വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോകളിലായിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി.